ഹായ് ഗായ്സ്, ഭൂമിയിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പടുതാകുളത്തിന് തുള വീണാൽ എന്ത് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ പടുത. ഈ പടുതയിൽ അങ്ങിങ്ങായി കുറേ തുളകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ തുളകൾ അടയ്ക്കാം. സാധാരണമായിട്ട് പടുതയിൽ തുള വീഴാനുള്ള പ്രധാന കാരണം കുളത്തിന് സൈഡിലുള്ള വേരുകളാണ്. വേരുകൾ വെട്ടി വൃത്തിയാക്കി സ്മൂത്താക്കിയില്ലെങ്കിൽ പടുതയിൽ തട്ടി പടുത കീറും. പിന്നെ കുളത്തിനടിയിലുള്ള കല്ലുകൾ കൊണ്ടും പടുത കുത്തിക്കീറാൻ സാധ്യതയുണ്ട്. കുളം നിർമ്മിക്കുമ്പോൾ ആദ്യം തന്നെ കുളത്തിനടിയിലെ കല്ലുകൾ പെറുക്കിക്കളഞ്ഞ് ചാക്കോ ഷീറ്റോ ഇട്ട് പടുതയ്ക്ക് സംരക്ഷണമൊരുക്കണം. കുളത്തിന് സൈഡിലുള്ള വേരുകളൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് പടുതയിൽ കൊള്ളുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. കുളത്തിന് സൈഡിൽ ചാക്കും ഷീറ്റും ഇടുന്നതും പടുതയ്ക്ക് വളരെ നല്ലതാണ്. നമ്മുടെ ഈ പടുതയിലെ തുളയടയ്ക്കാൻ ഉപയോഗിക്കുന്നത് ടർപ്പാളിൻ റിപ്പയറിംഗ് ഷീറ്റാണ്. പടുത വിൽക്കുന്ന മിക്ക കടകളിലും ഈ ഷീറ്റ് ലഭ്യമാണ്. അഥവാ കിട്ടിയില്ലെങ്കിൽ ഓൺലൈനായിട്ടും നമുക്ക് മേടിക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. മീറ്ററിന് 15 രൂപ മാത്രമേ ഇതിന് വില വരുന്നുള്ളൂ. വീതിയും നീളത്തിനും അനുസരിച്ചിട്ട് വില കൂടാൻ സാധ്യതയുണ്ട്. വലിയ കാശിന് പടുത വാങ്ങിയിട്ട് അതിൽ ചെറിയൊരു തുള വീണാൽ തന്നെ ആ പടുത ഉപയോഗശൂന്യമാവും. വീണ്ടും പടുത വാങ്ങാൻ നിൽക്കാതെ വളരെ ചെറിയ കാശിന് ഈ സ്റ്റിക്കർ വാങ്ങി ഒട്ടിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്കെങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ പടുതയുടെ തുളയുള്ള ഭാഗം നന്നായി തുടച്ച് വൃത്തിയാക്കണം. നനഞ്ഞ തുണി കൊണ്ടാണ് നമ്മൾ ആദ്യം തുടയ്ക്കേണ്ടത്. അവിടുത്തെ ചെളി പോകുന്നത് വരെ നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കുക. നമ്മളിവിടെ ടയർ പഞ്ചറായാൽ ട്യൂബ് ഒട്ടിക്കുന്ന അതേ ടെക്നിക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. തുളയുടെ അരികിലെ ചെളി ഒരുവിധം പോയി കഴിഞ്ഞു. ഇനി നമുക്ക് ഉണങ്ങിയ തുണി കൊണ്ട് തുടയ്ക്കാം. ഉണങ്ങിയ തുണി കൊണ്ട് തുടയ്ക്കുന്നതിന് മുമ്പ് പടുതയുടെ അടിയിൽ ചാക്കോ ഷീറ്റോ ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ അടിയിലെ മണ്ണ് പടുതയിൽ പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അടിയിൽ ചാക്കോ ഷീറ്റോ ഇട്ട് വീണ്ടും ഒന്ന് തുടയ്ക്കുക. ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചതിന് ശേഷം പടുത കുറച്ചു നേരം വെയിൽ കൊള്ളിക്കുന്നത് നന്നായിരിക്കും. പടുതയിലെ ഈർപ്പം പോയി കിട്ടിയാൽ മാത്രമേ സ്റ്റിക്കറുമായി നല്ലപോലെ ഒട്ടുകയുള്ളൂ. ഞങ്ങളുടെ ഈ പടുതയെക്കുറിച്ച് പറയാം. ഞങ്ങൾ വാങ്ങിയ ആദ്യത്തെ പടുതയാണിത്. വേരുകൾ കൊണ്ട് കുത്തിക്കീറിയിട്ടല്ല ഇതിൽ കൂടുതലും തുളകൾ വന്നിട്ടുള്ളത്. ഇതിൽ തുളകൾ വരാനുള്ള പ്രധാന കാരണം ഞാൻ ചെയ്തൊരു മണ്ടത്തരമാണ്. മത്സ്യകൃഷി കഴിഞ്ഞ് പടുത കയറ്റിയിട്ടപ്പോൾ ഞാൻ അതിൻ്റെ സൈഡിൽ പുല്ലുകൾ കൂട്ടിയിട്ടൊന്ന് കത്തിച്ചു. ആ തീയിൽ നിന്ന് വന്ന ചില സാധനങ്ങൾ പടുതയിൽ കൊണ്ടിട്ടാണ് പടുതയിൽ കൂടുതലും തുളകൾ വീഴാൻ കാരണമായത്. അത് നിങ്ങൾക്ക് ഈ തുളകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എന്നെപ്പോലെ മണ്ടത്തരങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ പടുത നല്ലപോലെ ലാസ്റ്റ് ചെയ്യും. നമുക്കിനി സ്റ്റിക്കർ ഒട്ടിക്കാവുന്നതാണ്. സ്റ്റിക്കർ ഒട്ടിക്കുന്നതിന് മുമ്പ് സ്റ്റിക്കറിൻ്റെ അരികൊന്നും പൊങ്ങി നിൽക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അരികൊക്കെ വെട്ടി നല്ലപോലെ വൃത്തിയാക്കണം. ചിലപ്പോൾ ഈ പൊങ്ങി നിൽക്കുന്നിടത്ത് വെള്ളം തട്ടി സ്റ്റിക്കർ ഊരിപ്പോവാൻ സാധ്യതയുണ്ട്. സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം നല്ലപോലെ പ്രസ് ചെയ്യണം. ഇനി പടുത മറച്ചിട്ട് പടുതയുടെ മറുപുറം നല്ലപോലെ വൃത്തിയാക്കണം. ഉണങ്ങിയ തുണി കൊണ്ട് സ്റ്റിക്കറിൽ മണ്ണ് പറ്റാത്ത വിധം തുടച്ചതിന് ശേഷം നനഞ്ഞ തുണി കൊണ്ട് വീണ്ടും ആ വശം തുടയ്ക്കണം. തുടയ്ക്കുമ്പോഴൊക്കെ സ്റ്റിക്കറിൽ മണ്ണ് പറ്റാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവസാനം വീണ്ടും ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചതിന് ശേഷം മാത്രമേ സ്റ്റിക്കർ ഒട്ടിക്കാൻ പാടുള്ളൂ. ഈ പുറത്ത് സ്റ്റിക്കർ ഒട്ടിക്കുന്നതിന് മുമ്പ് തുളയുടെ സൈഡൊക്കെ നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം മാത്രം സ്റ്റിക്കർ ഒട്ടിക്കുക. അങ്ങനെ നമ്മൾ ഈ പുറത്തും സ്റ്റിക്കർ ഒട്ടിക്കുകയാണ്. സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം പടുത കുറച്ചു നേരം വെയിലത്തിടുന്നത് നന്നായിരിക്കും. മത്സ്യകൃഷിയായി എന്ത് സംശയമുണ്ടെങ്കിലും ഭൂമിയിലെ കാഴ്ചകളുടെ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞങ്ങൾ മറുപടി തരുന്നതായിരിക്കും.
ബാക്കിയുള്ള തുളകളും സ്റ്റിക്കർ വെച്ച് ഒട്ടിക്കുക. മുട്ടയടിച്ചപ്പോൾ കല്ലുമഴ പെയ്തു എന്ന് പറഞ്ഞ പോലെ നമ്മൾ സ്റ്റിക്കർ മേടിക്കുമ്പോൾ ഇത്രയധികം തുളകളൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതിപ്പോൾ ഒരുപാട് തുളകളുണ്ടെങ്കിലും എല്ലാ തുളകളും നമ്മൾ സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റിക്കർ ഒട്ടിച്ചത് വിജയമാണോ എന്ന് നോക്കേണ്ടതുണ്ട്. അതിന് ഈ ഷീറ്റ് കുളത്തിലിട്ട് വെള്ളം നിറയ്ക്കണം. അതിനു മുമ്പ് തന്നെ പടുതയിൽ ഇനിയൊരു തുളയും ബാക്കിയില്ല എന്ന് ഉറപ്പുവരുത്തണം. ഇതാണ് നമ്മൾ കുഴിച്ചിരിക്കുന്ന പടുതാക്കുളം. ഇതൊരു ബേബി പോണ്ടാണ്. ഇതിൽ ഗപ്പിയെയും അസോളയും വളർത്താനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ കുളം എങ്ങനെ നിർമ്മിക്കാമെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എങ്ങനെ പടുതാക്കുളം നിർമ്മിക്കാമെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. മീഡിയം സൈസിൽ മറ്റൊരു കുളത്തിൻ്റെ പണിയും അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഷീറ്റ് ഇട്ടതിന് ശേഷം അത് ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക. ഇനി നമുക്കിതിൽ വെള്ളം നിറയ്ക്കാവുന്നതാണ്. ഇത് പഴയ ഷീറ്റാണെങ്കിലും ഇതിൽ 2 ദിവസം വെള്ളം കെട്ടി നിർത്തിയതിന് ശേഷം വെള്ളം അടിച്ച് പുറത്ത് കളയണം. എന്നിട്ട് വീണ്ടും വെള്ളം നിർത്തണം. സ്റ്റിക്കറിലെ കെമിക്കൽ റിയാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ മീനുകൾ ചത്തുപൊന്താൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം മൊത്തം നിറച്ചിട്ടുണ്ട്. സംഭവം ഒരു വിജയമാണ്. വെള്ളം അങ്ങനെ പുറത്തേക്കൊന്നും പോകണമെന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞിട്ട് വെള്ളം കുറയുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോർച്ചയുണ്ടെന്നാണ് അർത്ഥം. അങ്ങനെയാണെന്ന് വെച്ചാൽ ഷീറ്റ് നമ്മൾ ഒന്നും കൂടി പുറത്തേക്ക് എടുക്കേണ്ടി വരും. ഇപ്പം നമ്മൾ ഉച്ചയ്ക്കാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. ഇനി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വൈകിട്ടാവുമ്പോൾ എങ്ങനെയായിരുന്നു കുളത്തിലെ വാട്ടർ ലെവൽ എന്ന് ഞാൻ കാണിച്ചു തരാം. വെള്ളം അങ്ങനെ കുറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മുടെ പടുതാക്കുളത്തിൻ്റെ തുളയടക്കൽ സക്സസ് തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻ്റായിട്ട് എഴുതുകയാണെങ്കിൽ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാനത് പറഞ്ഞു തരാൻ ശ്രമിക്കാം. മത്സ്യകൃഷി താല്പര്യമുള്ളവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഒരുപാട് മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഇനി ചാനലിൽ വരുന്നതായിരിക്കും.